നമസ്കാരം. 180 രൂപ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? രേണു സുധിയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്, ആരെയും കാണിക്കാത്ത സാധനം കാണാൻ വേണ്ടിയിട്ട് 180 രൂപ. എന്നിട്ട് 180 രൂപ കൊടുത്ത് കിട്ടുന്നതോ ഇങ്ങനെ ഞെളിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ അല്പവസ്ത്രമൊക്കെ ധരിച്ച് കാല്, തൊട, പിന്നെ മാറിന്റെ ഭാഗം ഇതൊക്കെ കാണിക്കുന്നതാണ് 180 രൂപയ്ക്ക് ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും നാണോ മാനം കെട്ട ആൾക്കാരാണല്ലോ നമ്മുടെ നാട്ടിലെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ പുച്ഛവും വെറുപ്പും തോന്നുന്നു. ഇപ്പൊ തന്നെ 3464 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു മാസം എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എടേ നിങ്ങൾക്ക് ഇത്രയും ദാരിദ്ര്യം പിടിച്ചോടെ? എന്താ ഇതിനെ മാത്രം കാണാനുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോ ഭാവിയിൽ ഈ 180 എന്ന് പറയുന്നത് രേണുസുതി കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ തന്നെ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ നീണ്ട നിരയല്ലേ, ക്യൂ ആണ് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ കാണാൻ വേണ്ടിയിട്ട്, എക്സ്ക്ലൂസീവ് കോണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നിന്നങ്ങ് കാണിച്ചു കൊടുക്കും. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ ആകാം. പക്ഷെ ഇവിടെ അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഈ നാണം കെട്ടും പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാണക്കേടാ പണം തീർത്തിടുമെന്ന് പറയാറുണ്ട്, പഴമക്കാർ പറയുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ദാരിദ്ര്യം പിടിച്ചവന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ 180 രൂപയ്ക്ക് നിങ്ങൾ വല്ല പഴംപൊരിയും ചായയും വാങ്ങിച്ചു കഴിക്കുക, അല്ലെങ്കിൽ വല്ല പരിപ്പുടയും വാങ്ങിച്ചു കഴിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാര്യമാരോ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. സ്വന്തം പെറ്റതള്ളക്ക് 10 പൈസ കൊടുക്കാത്തവന്മാരാണ് ഈ 180 രൂപ ചെലവാക്കുന്നത്. ഇത് ചെറുത്. 500 രൂപയോ 600 രൂപയോ 1000 രൂപയോ ഒക്കെ എക്സ്ക്ലൂസീവ് കോണ്ടന്റിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്. ഒരുപാട് പേരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഈ രേണു സുധിയുടെ പാത പിന്തുടർന്ന് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വരെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസ്റ്റഗ്രാം ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത് തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല അതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. സത്യത്തിൽ നല്ല കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വലിയ സെലിബ്രിറ്റീസ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ്, അവർക്ക് അവരുടെ ജെന്യുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് അവരുടെ റിയൽ ലൈഫ് അല്ലെങ്കിൽ അവർക്ക് സബ്സ്ക്രൈബേഴ്സിനെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇൻസ്റ്റഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇതുപോലുള്ള അമ്മച്ചിമാർ കാരണം, ചേച്ചിയെന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഇതുപോലുള്ള അമ്മച്ചിമാർ കാരണം ഇപ്പോൾ ആൾക്കാർക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി. എന്തൊരവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സബ്സ്ക്രിപ്ഷനിൽ കയറി ആരാണ്ട് ലൈവ് വീഡിയോ ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചിയുടെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. നമുക്ക് ഏതായാലും അതൊന്ന് കണ്ടു നോക്കാം. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല. ഞാൻ ആൾക്ക് ഇതിനകത്ത് ഒരു തിരുത്തലുണ്ട് കേട്ടോ രേണുസുധി പറഞ്ഞതിൽ. അതായത് സബ്സ്ക്രിപ്ഷനിൽ കയറിയ ആൾക്കാർ കണ്ടു, ലീക്കാക്കി എന്നത് വരെ കറക്റ്റ് ആണ്. ആസ്വദിച്ചു എന്നുള്ളത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനകത്തൊക്കെ എന്ത് ആസ്വദിക്കാനാണോ ഉള്ളത്? സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല. ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാണലും എടാ നാണം കെട്ട നാളെ ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ല. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസം എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം എനിക്ക് സത്യത്തിൽ ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഈ രേണുസുധി മറ്റുള്ളവരെ നാണം കെട്ടവർന്ന് വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, തെറി വിളിക്കുന്നു. അപ്പൊ ഈ പുള്ളിക്കാരി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത്ര അഭിമാനമുള്ള കാര്യമാണോ? നാണം കെട്ട വൃത്തികെട്ട ഏർപ്പാടല്ലേ ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തലേ മുണ്ടിട്ട് നടക്കേണ്ട പരിപാടിയല്ലേ ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ആങ്കൊച്ചിന്റെ അമ്മയാണ്. ഓക്കെ, കിച്ചുവിനെ മാറ്റി നിർത്താം. ഒരു വളർന്നു വരുന്ന ഒരു കൊച്ചു ചെറുക്കൻ്റെ അമ്മയാണ്. കുറച്ചൊക്കെ ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കാം ആൾക്കാർക്ക്. പിന്നെ എൻ്റെ ഒരു അപ്രോച്ച് ഞാൻ പറയാം. ഇത് കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച്. പക്ഷേ എന്നാലും രേണുസുധി കുറച്ച് ഓവറാണ്. രേണുസുധി ഭയങ്കര ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവറാണ്. ഇപ്പൊ കുറെ ആൾക്കാർ വരും, അയ്യോ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുമല്ലേ, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. എടാ, ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. ഗതികെട്ട് അങ്ങേയറ്റം ഗതികെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഈ നമ്മുടെ നാട്ടിൽ. അവരാരും ഇങ്ങനെ തുണി അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നില്ല. പട്ടിണി കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ സദാചാരം പറയുമൊന്നുമല്ല, ഇത് സദാചാരമല്ല. പക്ഷേ ഇതിലൂടെ രേണുസുധി കൊടുത്തുകൊണ്ടിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ടോട്ടലി നെഗറ്റീവായിട്ടുള്ള മെസ്സേജാണ്. ഈ രേണുസുധിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു മോട്ടിവേഷനും ആർക്കും കിട്ടാൻ പോകുന്നില്ല.
മോട്ടിവേഷൻ ഉണ്ടായേനെ. ഇവരും മര്യാദയ്ക്ക് വളരെ മാന്യമായിട്ട് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടായേനെ. എന്തൊക്കെ മെത്തേഡ് ഉണ്ടോ, ഓക്കെ, അവർ ആൽബത്തിൽ അഭിനയിച്ചതോ അവർ അതിനു വേണ്ടി കടന്ന് കാണിച്ചതോ ഒക്കെ തന്നെ നമുക്ക് ഒരു പരിധി വരെ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവർക്ക് വേണ്ടിയിട്ട് വാദപ്രതിവാദങ്ങൾ നടത്താനും ന്യായീകരണം നടത്താനും കുറേ ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാ കാലവും അത് അവർ കൂടെ നിൽക്കുന്നുണ്ടോ? എത്ര കാലം ഈ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? ഇപ്പൊ കിട്ടുന്ന ഈ പൈസ ചിലപ്പോൾ കുറച്ച് നാളത്തേന് ഉപകരിക്കുമായിരിക്കും. പക്ഷെ ഒരു ലോങ് ടേമിൽ രേണുസുധിയെ ഇതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റത്തില്ല. ഈ 3464 നാണം കെട്ടവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് എന്താണ് ഇത്ര നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് ഇത്ര കാണാനുള്ളത്? ഇത്രയും ക്യൂരിയോസിറ്റിയും ഇത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സമൂഹം നമ്മുടെ രാജ്യത്തെ കാണത്തുള്ളൂ. ഇത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ചിട്ടുള്ളൊരു സമൂഹം ഇങ്ങനെ അങ്ങ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ചെലവാക്കി കളയാണ്. 150 രൂപ ഉണ്ടാക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെടണ്ടേ? ഈ 150 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഭയങ്കര കോടീശ്വരന്മാരൊന്നും ആയിരിക്കത്തില്ല, സാധാരണക്കാരായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കില്ല മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലിന്റെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറുകി പിടിച്ച് മൊത്തത്തിൽ തള്ളിച്ച് കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ട്, വസ്ത്രമിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ വയറ് കാണിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തൊട കാണിക്കുക, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഇടുന്നത് വീഡിയോ. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. എന്നാൽ ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റു പലതും ആയിരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു റീല് ക്രിയേറ്റ് ചെയ്യുന്നൊരു ക്രിയേറ്റർ, അതായത് ഭയങ്കര ഒരു സീരീസ് പോലെ, ഒരു ഡ്രാമ പോലെ റീല് ക്രിയേറ്റ് ചെയ്യുന്നൊരു ക്രിയേറ്റർ. ആ ക്രിയേറ്റർ എല്ലാ ദിവസവും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൻ്റെ ഫോളോവേഴ്സിന് മാത്രമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് അയാളുടെ റീല് ഇടുക. അത് അയാൾ അത്രയും ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് അതിനകത്തൊരു വരുമാനം വേണം എന്നുള്ളത് കൊണ്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഇടുക എന്നുള്ള രീതിയിൽ അത് അപ്ലോഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ശരിക്കും ഈ സബ്സ്ക്രിപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രേണുസുധി വലിയ ന്യായീകരണം നടത്തുന്നുണ്ട്. വലിയ സിനിമാ നടിമാരൊക്കെ ഉണ്ട്. വലിയ സിനിമാ നടിമാരും വലിയ ഇൻഫ്ലുവൻസേഴ്സും ഈവൻ ആണുങ്ങളും തുടങ്ങിയിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അവരൊക്കെ അതിലൂടെ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് അവർ എന്ത് ചെയ്യുക, പൈസ കൊടുത്ത് വിൽക്കുകയാണ്. ആ ലൈഫിൽ വിൽക്കുന്നത് ചിലപ്പോൾ അവർ ഈ സബ്സ്ക്രൈബേഴ്സിനെ മാത്രമായിട്ട് അവർ കുറേ വീഡിയോസൊക്കെ ഇടുമായിരിക്കാം. അതൊന്നും തുണി അഴിച്ചിട്ടുള്ള വീഡിയോസ് ആകണമെന്നില്ല. പക്ഷെ ഇവരെ പോലെയുള്ള ചിലർ കാരണം ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ മൊത്തം എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന വീഡിയോ ആണ് എന്നാണ് ഷോ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപയോളം അതിൽ മേല് വരുമാനം രേണുസുധിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇങ്ങനെയൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ വരുമാനം കിട്ടും. അങ്ങനെ ഇവര് നാട്ടുകാർക്കും വീട്ടുകാർക്കും മൊത്തം കൊടുക്കുന്ന മെസ്സേജ് നെഗറ്റീവാണ്. ഇവരെയൊക്കെ വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരുടെയൊക്കെ ഈ സബ്സ്ക്രിപ്ഷനിൽ പോയി വെള്ളം ഒലിപ്പിച്ച് നിൽക്കുന്നവന്മാരെ വേണം ആദ്യം പറയാൻ.